കഴിച്ചത് മത്തിയാണ്. അപ്പം ഇത്രേ ഉള്ളൂ. ഈ മസാല സെറ്റായി വരണ്ടല്ലേ? അതാണ് അതിന്റെ മേലുള്ള ഗ്രേവി. ഇല്ല നമ്മളെല്ലാവരും പല ഭാഗത്തേക്കൊക്കെ യാത്ര ചെയ്യാറുണ്ട്. അതായത് ഇപ്പോൾ നമ്മളെ ജില്ല മാറിയിട്ട് അല്ലെങ്കിൽ സംസ്ഥാനം മാറിയിട്ട് അതല്ലെങ്കിൽ രാജ്യം വിട്ടിട്ടൊക്കെ നമ്മൾ എന്താണ് പല ഭാഗത്തു കൂടെ ഒക്കെ യാത്ര ചെയ്യാറുണ്ട്. ആ യാത്ര എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു ബിസിനസ് പരമായിട്ടുള്ള യാത്ര ആയിരിക്കും. അതല്ലെങ്കിൽ നമ്മളെ ബിസിനസ്സൊക്കെ ഒരു സൈഡിലേക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ ജോലി തിരക്കൊക്കെ ഒരു സൈഡിലേക്ക് വെച്ചിട്ട് നമ്മൾ എന്താണ് മനസ്സ് റിലാക്സ് ആക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും പല ഭാഗത്തേക്കൊക്കെ എന്താണ് ഫാമിലി ആയിട്ടും അല്ലാതൊക്കെ നമ്മൾ യാത്ര ചെയ്യാറുണ്ട്. ഇനിയിപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ടൂറായിട്ട് പോകാറുണ്ട്, സ്കൂളിൽ നിന്ന് പോകാറുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ ഫാമിലി ആയിട്ട് പല ഭാഗത്തു കൂടെയൊക്കെ യാത്ര ചെയ്യാറുണ്ട്. അതായത് നമ്മളെ ഒരു മനസ്സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ അതൊരു മനസ്സൊന്ന് റീഫ്രഷ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടൊക്കെ നമ്മൾ യാത്ര ചെയ്യാറില്ലേ, പല ഭാഗത്തേക്കും ചെയ്യാറുണ്ട്. അത് നമ്മൾ സംസ്ഥാനം വിട്ടിട്ടൊക്കെ നല്ല നല്ല സ്ഥലങ്ങൾ അതല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി തന്നെ റീൽസോ കണ്ടിട്ട് നല്ല നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പല ഭാഗത്തു കൂടെ ഒക്കെ യാത്ര ചെയ്യണം. ചിലപ്പോൾ കിലോമീറ്ററോളം യാത്ര ചെയ്തിട്ടൊക്കെ ചിലപ്പോൾ ജില്ല മാറിയിട്ട് അതല്ലെങ്കിൽ സംസ്ഥാനം മാറിയിട്ടൊക്കെ എന്താണ് നമ്മളെന്താണ് നല്ല ഫുഡ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് പല ഭാഗത്തേക്കൊക്കെ യാത്ര ചെയ്യാറുണ്ട്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. അതായത് ഒരുവിധ ആൾക്കാരും ഈ ആഹാരം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അതല്ലെങ്കിൽ ഭക്ഷണം എന്താണ് നല്ല ഭക്ഷണങ്ങൾ അതല്ലെങ്കിൽ വെറൈറ്റി ഭക്ഷണങ്ങളൊക്കെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പല ഭാഗത്തു കൂടെ ഒക്കെ യാത്ര ചെയ്തിട്ടൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അതായത് ഇപ്പോൾ 2 ദിവസമായിട്ട് ഇപ്പോൾ ഒരു ന്യൂസൊക്കെ നമ്മൾ കേട്ടു. അതുപോലെ തന്നെ നമ്മളിപ്പോൾ അതാ മലപ്പുറത്ത് കുറ്റിപ്പുറത്ത് ചോറും മീനും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭാഗത്തുള്ള അടിയും പിടിയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അപ്പം നമ്മൾ ഈ കുറ്റിപ്പുറത്തെ ഈ ചോറും മീനിലത്തെ പ്രശ്നങ്ങൾ മാത്രമേ ഇപ്പോൾ ന്യൂസായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇപ്പോൾ ഈ ഒരു 2 ദിവസം മുമ്പ് നമ്മൾ അടൂരിൽ ഒരു സംഭവം നടന്നിരിക്കുന്നു. ഹോട്ടലിൽ റെയ്ഡ് നടത്തിയിരിക്കുന്നു. അവിടുത്തെ ഭക്ഷണത്തിൻ്റെയും കാര്യത്തിനെ കുറിച്ചിട്ട്. അതായത് ആ ന്യൂസ് കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഭക്ഷണം എന്ന് പറഞ്ഞ സംഭവം തന്നെ നമുക്കെന്താണ് അറപ്പാവും. ഈ ഭക്ഷണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കണ്ടെന്ന് തന്നെ നമുക്കൊന്ന് തോന്നിപ്പോവും. പത്തനംതിട്ട അടൂരിൽ നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ മിന്നൽ പരിശോധന. 10 ഹോട്ടലുകളിൽ നിന്നും പഴകിയ ഭക്ഷണം പിടികൂടിയിരിക്കുന്നു. രാഹുൽ ജിനാഥ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, 10 ഹോട്ടലുകളിൽ നിന്നാണ് ഈ പഴകിയ ഭക്ഷണം ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് മനസ്സിലാക്കുന്നത്. അതായത് അത്രമാത്രം ഈ സുരക്ഷയും ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധനയും ഒക്കെ കർശനമാകുന്നു എന്ന് പറയുന്ന ഇടങ്ങളിലാണ് 10 ഹോട്ടലുകളിൽ ഇത്തരത്തിൽ പഴകിയ ഭക്ഷണം ഉണ്ടെന്നുള്ള കാര്യം കണ്ടെത്തുന്നത്. എപ്പോഴാണ് പരിശോധന നടന്നത്? എന്താണ് വിവരങ്ങൾ? അക്ഷയ, ഈ പഴകിയ ഭക്ഷണം പിടികൂടിയ സ്ഥലം തന്നെയാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. കാരണം അടൂർ ബൈപ്പാസിന് സമീപത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ആഹാരം കഴിക്കാനെത്തുന്ന സ്ഥലമാണ്. നമ്മൾ എല്ലാ ദിവസവും ഈ പറയുന്നത് പോലെ ജലജന്യ രോഗങ്ങൾ, പഴകിയ ഭക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വാർത്തയായി നൽകാറുണ്ട്. അതുവഴി വരുന്ന അസുഖങ്ങളെ പറ്റിയൊക്കെ വലിയ ജാഗ്രതയോടുകൂടി കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പോഴാണ് ഈ അടൂരിലെ അതായത് ഒരു സ്ഥലത്തുള്ള 10 കടകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടിക്കുന്നത്. പഴകിയ മീനും ഭക്ഷ്യവസ്തുക്കളുമാണ് എന്തായാലും ആരോഗ്യവകുപ്പിൻ്റെ ഈ പറഞ്ഞ പരിശോധനയിൽ, നഗരസഭയുടെ ആരോഗ്യവകുപ്പിൻ്റെ പരിശോധനയിൽ പിടികൂടിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായി അടൂർ SN ഹോട്ടൽ, ഡിങ്കൻ്റെ തട്ടുകട, അമ്മച്ചിക്കട, ഓലപ്പന്തൽ, രാജധാനി, സൺറൈസ്, പഴങ്കഞ്ഞിക്കട, അൽറാസി തുടങ്ങിയ ഹോട്ടലിൽ നിന്നാണ് ഈ പഴകിയ ഭക്ഷണങ്ങൾ ഈ പിടികൂടിയത്. അപ്പോൾ എന്തായാലും ഈ പറയുന്നത് പോലെ ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് ഈ ഹോട്ടൽ സംഘടനയുമായി ബന്ധപ്പെട്ട ഭാരവാഹിയുടെ കൂടി ഈ ഹോട്ടൽ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വിഷയം ഗൗരവതരമാക്കുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പരിശോധന ശക്തമാക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളിൽ, അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന ഇടങ്ങളിൽ ഇതാണ് സ്ഥിതിയെങ്കിൽ പിന്നീട് ഉള്ളിലേക്ക് പോകുമ്പോൾ, ഈ നഗരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലേക്ക് പോകുമ്പോഴുള്ള അവസ്ഥ എന്താണ് എന്നുള്ളത് വലിയ ആശങ്കയിൽ ആണ് ഇപ്പോൾ ആളുകൾ ഉള്ളത്. എന്തായാലും
കണ്ടില്ലേ, റീൽസൊക്കെ കണ്ടിട്ട് ചിലവരൊക്കെ നല്ല ഭക്ഷണം തേടി പോകാറുണ്ട്. പക്ഷെ നല്ല റീൽസ് ചെയ്യണവരുണ്ട് കേട്ടോ, നല്ല ഭക്ഷണത്തിനെ കുറിച്ചിട്ട് നല്ല റിവ്യൂ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊന്നല്ല കുറ്റം പറഞ്ഞു. പക്ഷെ ചില ആൾക്കാരൊക്കെ എവിടെയെങ്കിലൊക്കെ പോയിട്ട് എന്തെങ്കിലും ഇങ്ങോട്ട് റിവ്യൂ, അതായത് നല്ല ഭക്ഷണമാണ്, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ആ കാലങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം പാരമ്പര്യമുള്ള കടയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് പല ആൾക്കാരും എന്താണ് വീട് ചെയ്യാറുണ്ട്. ചില ആൾക്കാർ മാത്രം. പക്ഷെ ചില ആൾക്കാർ നല്ല രീതിയിൽ തന്നെ റിവ്യൂ ചെയ്യലുണ്ട്. അതുപോലെ തന്നെ ചില ആൾക്കാരൊക്കെ നല്ല ഹോട്ടലുകൾ തന്നെ, അതായത് ഹോട്ടലൊക്കെ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ചില ഹോട്ടലുകൾ. എല്ലാ ഹോട്ടലുകാരും എല്ലാം പറയണത്. പക്ഷെ ചില ഹോട്ടൽ ഉടമസ്ഥർ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ഈ ഒരു ഭക്ഷണം കൊടുക്കുന്നത്? സ്വന്തം മക്കൾക്ക് ഇത് എന്തായാലും അവർക്ക് കൊടുക്കാൻ തോന്നൂല. പക്ഷെ മറ്റുള്ളവർക്ക് ഇത് കൊടുത്ത് പൈസ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സ് എത്രത്തോളം ഉണ്ടായിരുന്നു അല്ലേ? അതായത് നമ്മൾ റീൽസ് കണ്ടിട്ട് പല കടകൾ, അതായത് ഇപ്പോൾ പഴങ്ങഞ്ഞിക്കട, അതല്ലെങ്കിൽ അമ്മച്ചിക്കട, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ റീൽസുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ. പക്ഷെ അതൊക്കെ കണ്ടിട്ട് പല ആൾക്കാരും എന്താ ചിലപ്പോൾ കിലോമീറ്ററോളം എന്താണ് യാത്ര ചെയ്തിട്ടൊക്കെയാണ് ഈ ഒരു ഫുഡ് കഴിക്കാൻ പോകുന്നത്. പക്ഷെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഈ മേശമൊക്കെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ടേബിളിമൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് കൊണ്ടുവരുന്ന ഫുഡ് ഏത് തരത്തിലാണ്, അതല്ലെങ്കിൽ അത് ഉണ്ടാക്കണ കിച്ചണ് അതൊക്കെ ഏത് തരത്തിലാണെന്ന് നമ്മൾ ആലോചിക്കാറില്ല. കാരണം എന്താ, ഈ ടേബിളിമ കാണുമ്പോൾ നല്ല വൃത്തിയും വെടുപ്പിലൊക്കെയാണ് നമ്മൾ കാണുക. പക്ഷെ അത് ഉണ്ടാക്കണ പരിസരം ഭയങ്കര മോശമാണ്. അതും എല്ലാ ഹോട്ടലുകളും അല്ല, എപ്പോഴും ഞാൻ പറയുന്നത് എല്ലാ ഹോട്ടലുകളും, ചില ഹോട്ടലുകൾ മാത്രമാണ്. പക്ഷെ നമ്മൾ ഈ കണ്ട സാധനങ്ങൾ, അതല്ലെങ്കിൽ നമ്മൾ മുമ്പ് കൊണ്ടുവരുന്ന ചിക്കൻ ആണെങ്കിലും അല്ലെങ്കിൽ ഫിഷ് ആണെങ്കിലും ഏത് തരത്തിലുള്ള ഭക്ഷണമാണെങ്കിലും അത് എത്രത്തോളം പഴകിയതാണെന്നോ, അതല്ലെങ്കിൽ അത് എത്രത്തോളം ഈ ഫ്രീസറിൽ അല്ലെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ വെച്ച സാധനമാണെന്നോ, അതല്ലെങ്കിൽ ഇതൊന്നും വെക്കാതെ പുറത്ത് വെച്ചിട്ട് എത്രത്തോളം പഴകിയതാണെന്ന് നമുക്കറിയാം. ചിലപ്പോൾ നമുക്ക് എന്താണ്, നമ്മൾ ഓർഡർ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഹോട്ടലിൽ കയറിയിട്ട് ഓർഡർ കൊടുക്കുമ്പോൾ എന്താണ്, നമുക്ക് എന്താണ് ചൂടാക്കിയിട്ടോ അല്ലെങ്കിൽ പഴയതൊക്കെ ചൂടാക്കിയിട്ടൊക്കെ കാരണം ചില ഹോട്ടലിൽ നമുക്ക് തരാറ്. പക്ഷെ നമ്മൾ ഇത് കണ്ടപ്പോൾ, അതായത് ഈ പിടിച്ചെടുത്ത സാധനങ്ങൾ, ഇപ്പോൾ ഈ അടൂര് ഈ റെയ്ഡ് നടത്തിയപ്പോൾ പിടിച്ചെടുത്ത ഈ സാധനങ്ങൾ കണ്ടപ്പോൾ എത്രത്തോളം പഴയതാണ് എന്ന് നമുക്കതൊന്ന് മനസ്സിലാക്കാം. എത്രത്തോളം, അതായത് 8-10 കടകൾ എത്ര ഇപ്പോൾ ഇത് റെയ്ഡ് ചെയ്തിരിക്കണം. പക്ഷെ എത്രത്തോളം കടകൾ കൂടി ഇങ്ങനെ ചെയ്യുന്നുണ്ടാവും ഈ പഴകിയ വസ്തുക്കൾ, അത് ഈ പഴകിയ സാധനങ്ങളൊക്കെ ഈ മനുഷ്യന്മാർക്ക് കൊടുക്കുന്നുണ്ടാവും. പക്ഷെ ഇത് കണ്ടപ്പോൾ നമുക്ക് തന്നെ എന്താണ് അറപ്പ് തോന്നി. ആണോ? 1,00,000 രൂപ ഫൈൻ അടിക്കണം കേട്ടോ. അല്ല ഫോട്ടോ അല്ല, വീഡിയോ എടുത്ത് ഒന്ന് വൃത്തിയാക്കിയിട്ട് ചെയ്തൂടെ? നമുക്ക് ഇതെല്ലാം എടുക്കാനുള്ളതാണ്, അത് നോട്ട് ചെയ്യണമല്ലേ, ഏതൊക്കെ ഡിഷാന്നുള്ളത് നോട്ട് ചെയ്യണേ. അടൂർ നഗരസഭയുടെ കീഴിലുള്ള ഹെൽത്ത് സ്ക്വാഡ് പിടികൂടിയ പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പല പല ഹോട്ടലിൽ നിന്നും. നോക്കിയിട്ട് ഇനിയെങ്കിലും അത് തുറന്ന് പ്രവർത്തിക്കുമ്പോൾ ഇത്തരം പഴകിയ സാധനങ്ങൾ കൊടുക്കാതെ നേതൃത്വം കൊടുത്തത് ഫിഷ് ഫ്രൈ ക്ലീൻ സിറ്റി മാനേജർ നേതൃത്വമുള്ള ഹെൽത്ത് സ്ക്വാഡാണ്. ചിക്കൻ ഫ്രൈ, ഇതെല്ലാം അടൂർ ബൈപ്പാസിന്റെ കടകളിൽ നിന്നാണ്. പൊറോട്ട മാവ്, ഇത് എണ്ണയാണ്, ഓയിൽ കണ്ടോ? അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അടൂർ നഗരസഭ അപ്പോൾ ഈ റീൽസൊക്കെ കണ്ടിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോണവരോട്, പിന്നെ അതുപോലെ തന്നെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമാണ്, നമ്മൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് എപ്പോഴും നമുക്ക് വീട്ടിലേക്ക് എത്തിപ്പെടാൻ പറ്റൂല. അപ്പോൾ നമുക്ക് എന്തായാലും പുറത്തുനിന്ന്, അതായത് ഹോട്ടലുകൾ ആശ്രയിക്കേണ്ടി വരും. പക്ഷെ നമ്മൾ അങ്ങനെയൊക്കെ കഴിക്കുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക ഈ ഹോട്ടലുകൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഹോട്ടലിലെ കിച്ചണൊക്കെ പരിസരം എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വീക്ഷിച്ചിട്ട് എന്താണ് നമ്മൾ ഭക്ഷണം കഴിക്കുക. ഇനി എത്രത്തോളം നമ്മൾ നിരീക്ഷിച്ചാലും ചിലപ്പോൾ നമുക്കൊന്നും അത് കണ്ടുപിടിക്കാൻ പറ്റൂല. അപ്പോൾ എന്തായാലും ഈ അധികാരികൾ, അതായത് ഇതുപോലെ എന്താണ് ഈ റൈഡുകളൊക്കെ ഇടക്കിടക്ക് നടത്തുക, ഇടക്കിടക്ക് നല്ല എല്ലാ സ്ഥലത്തു കൂടിയും എല്ലാ പരിസരത്തു കൂടി ഒക്കെ എന്താണ് ഈ റൈഡ് നടത്തിയിട്ട് ഇതുപോലെയുള്ള ഹോട്ടലുകളൊക്കെ എന്താണ് അടച്ച് പൂട്ടിച്ച്, അതായത് അവർക്ക് തുറക്കാനുള്ള ഒരു അനുവാദം കൊടുക്കരുത്. പക്ഷെ നമ്മളെ ഗവൺമെന്റ് എന്താണ് ഇത് കണ്ടിട്ട് അവർക്ക് ഫൈൻ എന്തെങ്കിലും കൊടുക്കും. എന്നിട്ട് ചിലപ്പോൾ അതിൽ 500, 1000, 10,000 ഒക്കെ ചിലപ്പോൾ ഫൈന് കെട്ടിപ്പിക്കും. എന്നിട്ട് വീണ്ടും അത് തുറന്ന് പ്രവർത്തിപ്പിക്കും. ഇങ്ങനെ വീണ്ടും ഇത് തുറന്ന് പ്രവർത്തിപ്പിക്കുമ്പോൾ ഇവർ ഇത് തന്നെ ആവർത്തിക്കുക. ഇതിങ്ങനെ ആവർത്തിക്കുമ്പോൾ അത് മറ്റുള്ളവരും കാണുകയാണ്. മറ്റുള്ളവരും കാണുമ്പോൾ എന്താണ് അത് കുഴപ്പമില്ല,
കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ടുണ്ട്. എല്ലാ ഹോട്ടലുടമരും അതായത് ഇതുപോലെ ചെയ്യുന്ന ആൾക്കാരെല്ലാവരും എന്താണ് അത് തുടർന്നും കൊണ്ടേയിരിക്കും. നല്ല നല്ല ഹോട്ടലുകളൊക്കെ ചെയ്യണവർക്കൊക്കെ എന്താണ് ഇത് ചീത്തപ്പേരാണ് ഇതുപോലെയുള്ള ഹോട്ടലുകാർ ചെയ്യണത് കാണുമ്പോൾ. അതായത് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ നമ്മൾ കൊടുക്കുന്ന പൈസക്ക് നല്ല ഭക്ഷണം കിട്ടുന്നുണ്ടോ നോക്കുക. ആ കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കഴിക്കുക. വെറുതെ നമ്മളെന്തിനാ ഈ കൊടുക്കണ കയ്യിലുള്ള പൈസ കൊടുത്തിട്ട് നമ്മളെ ആരോഗ്യം മറ്റേ ഇല്ലാതാക്കുന്നത്? നമ്മളത് ഹോസ്പിറ്റലിൽ കൂടി കൊണ്ടുപോയി കൊടുക്കേണ്ട ആവശ്യം വരികയാണ്. അതായത് നമ്മളെ കയ്യിലുള്ള പൈസ ഭക്ഷണത്തിനെന്ന് പറഞ്ഞ് കൊടുക്കണു, നമ്മളത് കഴിക്കണു, കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1-2 ദിവസം കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും വരണു. നമ്മളെന്ത് ചെയ്യണം? ഹോസ്പിറ്റലിൽ കൂടി ഓടണു. ഇതൊന്നും ഈ ഹോട്ടലുടമർക്ക് അറിയണില്ല. അതായത് ഇങ്ങനെ ചെയ്യണ തെണ്ടികൾക്ക് ചെറ്റകൾക്കൊന്നും ഇത് ഇങ്ങനത്തെ സംഭവമാണ്, അതിൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇത് മറ്റുള്ളവർക്ക് ഭയങ്കര ദോഷമാണെന്നൊന്നും അവർ ചിന്തിക്കണില്ല. അവരെ പോക്കറ്റിക്ക് പൈസ വരുന്നത് മാത്രമാണ് അവർ നോക്കണുള്ളൂ. അപ്പോൾ നമ്മളെ ഗവൺമെന്റിനോട് പറയുക, ഇതുപോലെയുള്ള ഹോട്ടലൊക്കെ അടച്ചു പൂട്ടുക, അതുപോലെ അവർക്ക് തുറക്കാല അനുവാദം കൊടുക്കരുത്. അത്രേ ഉള്ളൂ ഇപ്പം എനിക്ക് പറയാനുള്ളത്.